ജോൺസേട്ടാ, ആ ഇപ്പോ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. നിലവിലെ സാഹചര്യം വെച്ച് ആർക്കാണ് അധികാര സാധ്യത? ആര് ജയിക്കും? ഇന്നിപ്പോ ഈ എലക്ഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണി വരെ ഒരു 57% പോളിംഗ് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് പോളിംഗിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ എക്സിറ്റ് പോളുകളൊക്കെ ഇതിപ്പോ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു നമ്മുടെ ഒരു റീഡിങ് വെച്ചിട്ട് ഡൽഹിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 27 മൊത്തം പോൾ ചെയ്യുന്ന വോട്ടിൽ, കാരണം നമ്മളൊരു 27% വോട്ട് ബി ജെ പിക്ക് ഉറപ്പായിട്ട് കിട്ടുന്നു. ഒരു 10% സീറ്റ് ഈ കോൺഗ്രസും ഒതേഴ്സൊക്കെ ആയിട്ട് പിടിക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു 28% വോട്ട് ബി ജെ പിക്ക് കിട്ടിയാൽ മാത്രമാണ്, അല്ല, AAPക്ക് കിട്ടിയാൽ മാത്രമാണ് AAPക്ക് ഇവിടെ ഭരണത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 64 അല്ലെങ്കിൽ 64%, 65% പോളിംഗ് വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ആപ്പിന് അവിടെ ഭരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 63% താഴെ വരുന്ന വോട്ടിംഗ് വരുന്ന മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി ജയിക്കും. അതിന് മുകളിൽ വോട്ടെടുപ്പ് വരുന്ന സ്ഥലങ്ങളാണ് AAPക്ക് കോൺഗ്രസിന് സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വോട്ടിങ്ങിൻ്റെ ഈ നമ്മളൊരു 5 മണി വരെയുള്ള പൊസിഷൻ വെച്ചിട്ട് 57% കണ്ടിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കൂടി ഉണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തിൻ്റെ ഇത് വെച്ചിട്ട് നോക്കും. അപ്പം അതിൻ്റെ സമയത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു മാക്സിമം ഒരു 6-7% കൂടി വരാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 63 അതിൻ്റെ മുകളിൽ പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബി ജെ പിയുടെ 27% വോട്ടും 10% കോൺഗ്രസും ഒതേഴ്സും, അപ്പോൾ 27 10 37. അതിൻ്റെ കൂടെ ഒരു 37, പിന്നെ ഒരു 28%. അത് അങ്ങനെ 65% മുകളിൽ വരികയാണെങ്കിൽ AAPക്ക് ചാൻസ് ഉണ്ട്. 65% മുകളിൽ വരികയാണെങ്കിൽ, മനസ്സിലായില്ലേ? അതിന് താഴെ വരികയാണെങ്കിൽ അവിടെ ബി ജെ പി തന്നെ. കാരണം ലോക്സഭ ഇലക്ഷനിലൊക്കെ 40% കുറവായിരുന്നു. ബി ജെ പിയുടെ അടിസ്ഥാന ബേസ് ആയിട്ടുള്ള വോട്ടുണ്ടെന്ന്. ആ വോട്ട് ഉറപ്പായിട്ട് അവിടെ ചീപ്പിട്ടിരിക്കും. അതുകൊണ്ടൊരു 65 മുകളിലേക്ക് പോളിംഗ് വരികയാണെങ്കിലാണ് ആപ്പിന് സാധ്യതയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബി ജെ പിക്കാണ്. കാരണം പോളിംഗ് ശതമാനം കൂടിയാൽ മാത്രമാണ് ആപ്പിനുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബി ജെ പിക്കാണ് സാധ്യത വരിക. അപ്പോൾ ബി ജെ പിക്ക് മിനിമം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 30, ഈ നമ്മൾ ഇപ്പോഴത്തെ ഈ 5 മണിയിലത്തെ ഒരു പൊസിഷൻ വെച്ചാണ് പറയുന്നത്. ഈ പറഞ്ഞ രീതി വെച്ചിട്ട് പറയുമ്പോൾ 27% വോട്ടിൻ്റെ അവർക്ക് കിട്ടാൻ ചാൻസ് വെച്ചിട്ട് നമ്മുടെ കണക്കിൽ എന്തായാലും ഒരു 30-35, 30-ന് താഴെ ബി ജെ പിക്ക് പോവില്ല, 30-ന് മുകളിൽ ബി ജെ പി പോകും. മനസ്സിലായി? ആ ഒരു സാധ്യത കാണുന്നു. അതുകൊണ്ട് കൂടുതൽ എന്താ പറയുക, തുല്യത വന്നാൽ തന്നെ ചെറിയൊരു എഡ്ജ് സർക്കാർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതൽ ബി ജെ പിക്ക് ആണെന്നാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. ഡൽഹി ഇലക്ഷനിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു 5 മണിയിലത്തെ ഈ പോളിംഗ് അവസാനിക്കുന്നതിന് മുന്നത്തെ അവസ്ഥ ഇത് എന്തിനാ ഇത് പിടിക്കുന്നത്? നമ്മൾ എക്സിറ്റ് പോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് പോൾ വരുന്നതിന് മുന്നേ നമ്മളിത് ചെയ്തില്ലെങ്കിൽ അതിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ.